ആവശ്യത്തിന് മുട്ട, കുറച്ച് ഉപ്പും ചേർത്ത് അവിച്ച് മാറ്റി വയ്ക്കുക. എണ്ണ, ചിരികിയ തേങ്ങയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകുപൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, കറി മസാല ഇതെല്ലാം ചേർത്ത് നന്നായി മൂപ്പിച്ച് മാറ്റി വയ്ക്കുക. എണ്ണ, കടുക്, പെരിഞ്ചീരകം, കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉള്ളി, പച്ചമുളകും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി, ആവശ്യത്തിന് ഉപ്പ്, നന്നായി ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. നേരത്തെ വറുത്ത് മാറ്റിവെച്ച മസാല മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. അരച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. അടച്ച് വെച്ച് വേവിക്കുക. ഈ രീതിയിലാകുമ്പോൾ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ശേഷം നേരത്തെ അവിച്ച് മാറ്റിവെച്ച മുട്ട ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. തനി നാടൻ തേങ്ങ വറുത്തരച്ച മുട്ട റോസ്റ്റ് റെഡി.